എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പൊന്നോണം കൂടി വരവായി. തേങ്ങാമാങ്ങ വീഡിയോയുടെ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ വർഷമായിട്ട് എല്ലാ ഓണത്തിനും വലിയ വലിയ അത്തങ്ങൾ ഇടാറുണ്ട്. കോമ്പറ്റീഷനായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് അത്തങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ്, രണ്ട് സ്ഥലത്തെ അത്തങ്ങൾ കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പേരേറ്റിലെ അവിടുത്തെ പൗരസമിതി ഒരുക്കുന്ന അത്തമാണ് കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ അത്തത്തിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പേരേറ്റിലെ അത്തപ്പൂക്കളത്തിനടുത്താണ് കേട്ടോ. ഇതാണ് പേരേറ്റിൽക്കാർ അവിടെ പൗരസമിതി ഉണ്ടാക്കിയ ഒരു വളരെ വലിയൊരു അത്തമാണ്. അപ്പോൾ അത് ഈ അത്തത്തിന് പുറമേ ആയിട്ട് അവർ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രൂപം എന്ന് പറയുന്നത് ഒന്ന് പരമശിവനാണ്. പരമശിവൻ്റെ രൂപമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയാണ് അവിടെ അത്തത്തിൽ ചെയ്തിട്ടുള്ളത്. അതുമല്ല, ഇത് എല്ലാ വർഷവും ഓരോ വർഷം കഴിയും തോറും ഇവർ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അത്തത്തിന് ചുറ്റും മാത്രമല്ല കേട്ടോ അവരുടെ കലാവിരുതുകളുള്ള, അത്തത്തിൻ്റെ പുറത്തുമുണ്ട് ഒരു സിംഹം പോത്തിനെ പിടിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം. പിന്നെ അവിടെ ഒരു കാളിയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് ആറ്റിക്കും വർക്കലയ്ക്കും ഇടയിൽ പേരേറ്റിലെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ആദ്യത്തെ അത്തപ്പൂക്കളത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടത് പേരേറ്റിലെ അത്തത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമുള്ള തോക്കാല എന്ന് പറയുന്നതാണ്. ആ സ്ഥലത്താണ് നമ്മൾ അടുത്ത അത്തം കാണാൻ പോകുന്നത്. അത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു അത്തമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ അത്തം കാണാൻ പോകാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ഥലത്തെ അത്തം കാണാൻ വന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ തോക്കാലയിൽ. ഇവിടെ ഇത്തിരി വെറൈറ്റിയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്തിരി ടെക്നിക്കൽ പരമായിട്ട് കുറേ സംഭവമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഷോ പോലെയാണ് ഈ ഒരു അത്തം കാണിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് അത് കാണാനായിട്ട്. ഒരുവിധം 10 പേരൊക്കെ വന്നാലേ അവർ ആ ഒരു ഷോ പോലെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 പേരൊക്കെ വന്നാലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ് ഇവിടെ നമ്മളെ അത്തം കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് കാണാനായിട്ട് പോവാം. മനസ്സിൽ പ്രതീക്ഷയുടെ വർണ്ണങ്ങളേകി സ്വപ്നങ്ങൾ ചാലിച്ച് സൗഹൃദത്തിന്റെയും ഒരുമയുടെയും കാഹളമോതി ഉപവസന്തത്തിന്റെ അകമ്പടിയോടെ വീണ്ടും ഓണക്കാലം വന്നെത്തുകയാണ്. ഒരു പരിധിവരെ മനുഷ്യനാൽ താറുമാറാക്കപ്പെട്ട പ്രകൃതിയുടെ വികൃതിയാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ കൂടപ്പിറപ്പുകാർക്ക് വേദന ഉളവായിട്ടുണ്ടെങ്കിലും നാം എല്ലാം അവരോടൊപ്പമുണ്ട്. അത് മനസ്സിലും പ്രവൃത്തിയിലും സൂക്ഷിച്ചുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ ഈ ഓണക്കാലത്ത് നമുക്ക് ഇത്തിരി നേരം ഒത്തുകൂടാം. ഈ തിരുവോണ നാളിൽ തോക്കാല പൗരസമിതിയുടെ അത്തപ്പൂക്കളം ദർശിക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും പൗരസമിതിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
മനുഷ്യൻ സ്വപ്നം കണ്ടിട്ടും ഒരിക്കലും കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു കാലഘട്ടം ഭൂമിയിലുണ്ടായിരുന്നു. അവിടെ കടക്കാൻ വകയില്ലാത്തവരുണ്ടായിരുന്നില്ല. വൻമതിലുകളില്ലാത്ത, ഭയമില്ലാത്ത, ജാതിമത ഭേദങ്ങൾ അറിവില്ലാത്ത ഒരു സ്വർഗം. അതൊരു മിഥ്യയായിരുന്നില്ല. ചക്രവർത്തിയായ മഹാബലി ഭൂമിയിൽ ബലിയുടെ തേരോട്ടം തുടങ്ങിയിരിക്കുന്നു. ദേവന്മാർ പരിഭ്രമത്തോടെ അടുത്തു ചെന്നു. അവരുടെ ഓരോ ചുവടിലും ഒരു ബലി ഭൂമിയിൽ സ്വയം ദൈവമായി വാഴുകയാണ്. അവന്റെ പ്രശസ്തിയിൽ സ്വർഗം മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അത്തം എന്താണെന്ന്? ഇതാണ് തോക്കാലിലെ ഇത്തവണത്തെ അത്തം എന്ന് പറയുന്നത്. ഇത് ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, നിങ്ങളിത് ഇവിടെ വന്ന് തന്നെ കാണണം. അപ്പോൾ ഈ അത്തത്തിൻ്റെ അണിയറ പ്രവർത്തകരായ ഈ ഒരു നാട്ടുകാരനായിട്ടുള്ള ആർട്ടിസ്റ്റ് സത്യപാലും ലാലു എന്ന് പറയുന്ന ആളാണ് ഈ ഒരു അത്തത്തിനെ ഇത്രയും മനോഹരമാക്കി ഇവിടെ നിർമ്മിച്ചെടുത്തത്. ഇവർ തന്നെയാണ് എല്ലാ വർഷവും ഇവിടെ പണിയുന്നത്. ഈ ഒരു അത്തം ഉണ്ടാക്കുന്നത് തന്നെ ഇവരാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് തോക്കാലയിൽ ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിനടുത്താണ് ഈ ഒരു അത്തപ്പൂക്കളം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അത്തപ്പൂക്കളം കാണാൻ എല്ലാവരെയും ഈ നാട്ടിലേക്ക് ക്ഷണിക്കുന്നു.